എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ പ്രഭാത വന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 13-14 വാക്യങ്ങൾ. വെളിപ്പാട് 7:13-14. മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, വെള്ള നിലയങ്കി ധരിച്ചിരിക്കുന്ന ഇവർ ആർ? എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. യജമാനൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞത്, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പാപത്തിൽ നിന്ന് കഴുകപ്പെടുക, എന്നാൽ എങ്ങനെ എന്ന ചോദ്യത്തിൻ്റെ വ്യക്തമായ ഉത്തരമാണ് ഈ വേദഭാഗം നമുക്ക് നൽകുന്നത്. കാലാന്ത്യം സമീപസ്ഥമായിരിക്കുന്നുവെന്ന് ദാർശനികനായ യോഹന്നാൻ വിശ്വസിക്കുന്നു. ഈ അന്ത്യം സങ്കല്പിക്കാവുന്നതിൽ അപ്പുറം ഭീകരമായിരിക്കും. എന്നാൽ ഈ ഭീകര ദിവസങ്ങൾക്ക് അപ്പുറത്തുള്ള യാഥാർത്ഥ്യങ്ങളെയും കൂടെ ദർശിക്കാൻ യോഹന്നാന് സാധിക്കുന്നു. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിലും മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിലും ഒരു അവസാന നിമിഷങ്ങളെക്കുറിച്ചും കാലങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള അടയാളങ്ങൾ പറയുന്നു. എല്ലാ തലമുറകളെ പറ്റിയും പൊതുവായി പ്രതിപാദിക്കുകയല്ല ഇവിടെ യോഹന്നാൻ ചെയ്യുന്നത്. പിന്നെ തൻ്റെ തലമുറയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും സംഭവിക്കാതിരിക്കുന്നതുമായ ചരിത്ര സംഭവങ്ങളെയും ചരിത്രാതീത യാഥാർത്ഥ്യങ്ങളെയുമാണ് പരാമർശിക്കുന്നത്. എങ്കിലും ഇതിൽ അന്തർഭവിച്ചിരിക്കുന്ന ആത്യന്തിക പ്രത്യാശ എല്ലാ തലമുറകളെയും ബന്ധിക്കുന്നതാണ് എന്ന് യോഹന്നാൻ പറയുന്നു. അതായത് ഒരു തലമുറയുടെ ചരിത്ര പശ്ചാത്തലത്തിൽ നിന്ന് ദർശനം എഴുതുന്ന യോഹന്നാൻ സുപരിചിതവും സങ്കല്പ സമൃദ്ധവുമായ രൂപപ്രതിരൂപ ഭാവങ്ങളിലൂടെ സനാതന സത്യങ്ങളെയും നിത്യ യാഥാർത്ഥ്യങ്ങളെയുമാണ് ദർശിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ സാധാരണയായി കാണുന്ന 2 ആശയങ്ങളും ചിത്രീകരണങ്ങളും ഈ വാക്യത്തിൽ പ്രതിഫലിക്കുന്നു. ഒന്ന്, വെള്ള അങ്കികളുടെ ചിത്രം. ചെളി പുരണ്ട വസ്ത്രത്തെക്കുറിച്ചും ശുഭ്രവസ്ത്രത്തെക്കുറിച്ചും വേദപുസ്തകത്തിൽ ധാരാളമായി പറയുന്നുണ്ട്. പ്രാചീന ലോകത്തിന് ഈ അലങ്കാര പ്രയോഗങ്ങൾ സുപരിചിതവും വളരെയധികം സുഗ്രാഹ്യവുമായിരുന്നു. ഇവിടെ കാണുന്ന ഒന്നാമത്തെ ഒരു കാര്യം, അനുഗ്രഹീതരുടെ വലിയൊരു കൂട്ടം വെള്ള നിലയങ്കികൾ ധരിച്ച് പ്രത്യക്ഷപ്പെടുന്നു. വെള്ള നിലയങ്കിയെപ്പറ്റിയും കറപുരണ്ട വസ്ത്രത്തെപ്പറ്റിയും വേദപുസ്തകം ധാരാളമായി പ്രതിപാദിക്കുന്നുണ്ട്. അഴുക്കുപുരണ്ട വസ്ത്രം ധരിച്ചുകൊണ്ട് ദൈവസന്നിധിയിലോ ക്ഷേത്രത്തിനുള്ളിലോ പ്രവേശിക്കാൻ പ്രാചീന മത ആചാരങ്ങളൊന്നും സമ്മതിച്ചിരുന്നില്ല. ഒരാളിന് ക്രിസ്തീയ സ്നാനം നൽകിയ ശേഷം പുതിയ വെള്ളവസ്ത്രം ധരിപ്പിക്കുന്ന പതിവുണ്ടായിരുന്നു. പുതിയ സൃഷ്ടിയായി പുതുജീവന്റെ അനുഭവത്തിലേക്ക് പ്രവേശിച്ചതിൻ്റെ അടയാളമാണ് വെള്ളവസ്ത്രം. ആ വസ്ത്രത്തിൽ ചെളി പുരണ്ടുവെന്ന് പറയുന്നത് സ്നാനത്തിൻ്റെ പ്രതിജ്ഞ ലംഘിച്ചു എന്ന് പറയുന്നതിന് തുല്യമാണ്. നാം എല്ലാവരും അശുദ്ധരും, നമ്മുടെ നീതി കേവലം കറ പുരണ്ട വസ്ത്രം പോലെയും അത്രയെന്ന് യെശയ്യാ പ്രവാചകൻ തൻ്റെ 64-ാം അധ്യായം 6-ാം വാക്യത്തിൽ നമ്മളോട് പറയുന്നുണ്ട്. മഹാപുരോഹിതനായ യോശുവ അഴുക്കുപുരണ്ട വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നത് സഖറിയാ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ ആരംഭ ഭാഗത്ത് നമ്മൾ കാണുന്നു. നിന്റെ അശുദ്ധ വസ്ത്രങ്ങളെ നീക്കിക്കളയുക. നോക്കൂ, നിന്റെ അകൃത്യം ഞാൻ നീക്കിക്കളഞ്ഞിരിക്കുന്നു. നിന്നെ ഞാൻ പുതിയ വസ്ത്രം, അതായത് ഉത്സവ വസ്ത്രം ധരിപ്പിക്കും എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ദൈവത്തിൽ നിന്ന് 10 കൽപ്പനകൾ സ്വീകരിപ്പാനുള്ള ഒരുക്കത്തിൽ മോശ ജനത്തിന് കൊടുത്ത നിർദ്ദേശം, നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുകയും
നിങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെടിപ്പാക്കുകയും ചെയ്യുവീൻ. പുറപ്പാട് പുസ്തകം 19 അധ്യായത്തിലാണ്. ഹിമത്തേക്കാൾ വെണ്മയാകുന്നത് വരെ എന്നെ കഴുകണമേ എന്ന് സങ്കീർത്തനക്കാരനായ ദാവീദ് 51 സങ്കീർത്തനത്തിൻ്റെ അനുതാപ വാക്കുകളിൽ പറയുന്നു. നിങ്ങളുടെ പാപങ്ങൾ രക്താംബരം പോലെ കടും ചുമപ്പായിരുന്നെങ്കിൽ ഞാനത് ഹിമം പോലെ വെളുപ്പിക്കുമായിരുന്നു. യെശയ്യാവ് 1:18. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യയിലെ ക്രിസ്ത്യാനികളെ അനുസ്മരിപ്പിക്കുന്നു. അവർ കഴുകി ശുദ്ധീകരിക്കപ്പെട്ടവരാണ്. ദൈവസ്നേഹം കഴിഞ്ഞകാല പാപങ്ങളെ ക്ഷമിക്കുക മാത്രമല്ല, അവയെ കഴുകിക്കളയുകയും പാപിയെ പുതു സൃഷ്ടിയാക്കി തീർക്കുകയും ചെയ്യും. മേലാൽ കറ പറ്റാതെ ജീവിപ്പാൻ ശക്തി നൽകും. കുഞ്ഞാടിൻ്റെ രക്തമാണ് ഈ കഴുകലിൻ്റെ പിൻപിലുള്ളത്. ശുദ്ധീകരണത്തിൻ്റെ വസ്തു എന്ന് പറയുന്നത് കുഞ്ഞാടിൻ്റെ രക്തം. ഇത് പുതിയ നിയമത്തിലെ ഒരു സുപ്രധാന ശൈലിയാണ്. ഇതിൻ്റെ അർത്ഥഗാംഭീര്യം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കുഞ്ഞാടിൻ്റെ രക്തം യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ പരമയാഗത്തെ കുറിക്കുന്നു എന്നത് ശരി. എന്നാൽ എബ്രായ ഭാഷയിൽ രക്തം ജീവനെ കാണിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 9 അധ്യായം 4 വാക്യം. രക്തം അഥവാ ജീവൻ ദൈവത്തിൻ്റെ വകയാണ്. അതുകൊണ്ട് യാഗവസ്തുവിൻ്റെ രക്തം ദൈവത്തിന് അർപ്പിക്കണം. അങ്ങനെ രക്തം എന്നുള്ളത് ക്രിസ്തുവിൻ്റെ മരണത്തെ മാത്രമല്ല, ജീവനെയും കുറിക്കുന്നു. അതായത് ക്രിസ്തുവിൻ്റെ ചൈതന്യത്തെയും ജീവിതത്തെയും മരണത്തെയും മുഴുവൻ ചെയ്തികളെയും അത് ഉൾക്കൊള്ളുന്നു. യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. 1 യോഹന്നാൻ 1 അധ്യായത്തിൻ്റെ 7 വാക്യം. അത് നമ്മുടെ പാപം പരിഹരിക്കും. അവൻ്റെ രക്തത്താൽ നമുക്ക് നീതീകരണമുണ്ട്. റോമാലേഖനത്തിൽ 3 അധ്യായത്തിൽ 5 അധ്യായത്തിൽ വായിക്കുന്നു. വീണ്ടെടുപ്പ് എഫേസ്യർ 1:7 നമ്മൾ വായിക്കുന്നു. ഊനമില്ലാത്ത ആട്ടിൻകുട്ടിയാകുന്ന ക്രിസ്തുവിൻ്റെ വിലയേറിയ രക്തത്താലാണ് നാം വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നത്. പത്രോസ് നൽകുന്ന വലിയൊരു ദർശനമാണ് 1 പത്രോസ് 1 അധ്യായം 19 വാക്യം. അവൻ്റെ രക്തത്താൽ നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ടെന്ന് കൊലോസ്യ ലേഖനത്തിൽ വായിക്കുന്നു. അവൻ്റെ രക്തം നിർജീവ പ്രവൃത്തികളിൽ നിന്ന് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിച്ച് ജീവനുള്ള ദൈവത്തെ സേവിപ്പാൻ പ്രാപ്തമാക്കുന്നു എന്ന് എബ്രായ ലേഖൻ 9 അധ്യായത്തിൽ പറയുന്നു. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ രക്തം നമ്മുടെ ജീവിതത്തിൻ്റെ അങ്കി ശുദ്ധീകരിപ്പാൻ, വസ്ത്രം ശുദ്ധീകരിക്കാൻ ഈ മാർഗമല്ലാതെ മറ്റൊരു മാർഗവുമില്ല. ക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടവർ എന്ന് ആലങ്കാരികമായി നമ്മൾ പറയുകയും പാടുകയും ഒക്കെ ചെയ്യാറുണ്ട്. എന്നാൽ പഴയ നിയമത്തിൽ മിസ്രയീം അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ വിടുവിക്കപ്പെടുമ്പോൾ ഇസ്രായേൽ ജനതയുടെ വീടിൻ്റെ കട്ടിളക്കാലിന്മേലും കുറുമ്പടിമേലും ആടിൻ്റെ രക്തം അടയാളമായി പുരട്ടി. സംഹാരദൂതൻ അവരുടെ ഭവനങ്ങളെ ഒഴിഞ്ഞു പോകാൻ ഇത് അടയാളമായിരുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും ആ ഒരു വലിയ ദർശനമാണ് കുഞ്ഞാടിൻ്റെ രക്തം. അത് നമ്മുടെ വിശുദ്ധിയുടെ അടയാളമാണ്, വീണ്ടെടുപ്പിൻ്റെ അടയാളമാണ്, നമ്മുടെ രക്ഷയുടെ അടയാളമാണ്, നിത്യതയുടെ അടയാളമാണ്. അതിനെ മറികടന്ന് വിസ്മരിച്ച് നമുക്കൊരു രക്ഷയില്ല. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹം നിറഞ്ഞ മറ്റൊരു പ്രഭാതം കൂടെ ദാനമായി നൽകി ഞങ്ങളുടെ ആയുസ്സിൽ കർത്താവേ അനുഗ്രഹം നൽകിയതോർത്ത് സ്തോത്രം. രാത്രിയിൽ നിദ്രയും ശ്രമവും നൽകിയതോർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ അവിടുത്തെ മാറ്റമില്ലാത്ത കൃപയും കരുണയും അടിയങ്ങൾക്ക് ആവശ്യമാണ്. ഞങ്ങളതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളതിനു വേണ്ടി കാത്തിരിക്കുന്നു. പ്രഭാതം മുതൽ പ്രദോഷം വരെ ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലും ജോലിവേലകൾ, ഞങ്ങളുടെ യാത്രകൾ, ആവശ്യങ്ങൾ എല്ലാം ദൈവം തമ്പുരാൻ അറിയുന്നു. വഴി നടത്തണമേ. ഞങ്ങളുടെ കുറവുകളൊന്നും കണക്കിടരുതേ. അവിശ്വാസങ്ങൾ പൊറുക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെയും വിവാഹവാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രത്യേകം സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും ആയുരാരോഗ്യത്തിൻ്റെയും പുതുവർഷം നൽകി കർത്താവ് കരുണ കാണിക്കണമേ. യേശു മശീഹയുടെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന
ദൈവിക സമാധാനവും കൃപയും അനുഗ്രഹവും നാം എല്ലാവരോടും നമ്മുടെ ആവശ്യങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.